പെൺകുട്ടികൾ പലപ്പോഴും സമൂഹത്തിൽ വെച്ച് തന്നെ പോലും ആക്രമിക്കപ്പെടാറുണ്ട്. അവരെ ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ അവരുടെ പേരിൽ അവരുടെ മേലെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പലപ്പോഴും എന്താണെന്നറിയോ, പലരും പെൺകുട്ടികൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് ഒരുപാട് ഈ സമൂഹത്തിലും ഞരമ്പ് രോഗികളും വൃത്തികെട്ടവന്മാർ ഒരുപാട് പേരുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അതിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിന് ട്രെയിനിലായാലും ബസ്സിലായാലും എല്ലാം ശല്യമാണ്. എവിടെ വെച്ചായാലും പൊതു സ്ഥലത്ത് വെച്ച് പോലും ചിലവന്മാർ ധൈര്യമായിട്ട് കയറി അങ്ങ് ഈ കുട്ടികളെ ആക്രമിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പലരും അങ്ങ് നിശബ്ദരായി പോവും. ഒന്നാമത് അത് ഞെട്ടൽ കൊണ്ടാണ് ഉണ്ടാകുന്നത്, പരിഭ്രമം കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, പലപ്പോഴും സമൂഹം ഇവരെ കൂടെ നിൽക്കാറില്ല, അനങ്ങത്തില്ല. ഒരിക്കൽ ഒരു ബസ്സിൽ വെച്ചൊരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് ന്യൂസ് വന്നതാണ്. ആ പെൺകുട്ടി ഒരുത്തിന് ഉപദ്രവിച്ചതിന് ശേഷം ഉണ്ടല്ലോ, അത് പരാതിപ്പെട്ടിട്ട് ഒരൊറ്റ യാത്രക്കാരനോ യാത്രക്കാരിയോ അതിൽ പ്രതികരിച്ചില്ല. ആ കണ്ടക്ടർ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാകും, ഇറങ്ങി ഓടി ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ സമൂഹം ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാം. ഏറ്റവും വലിയൊരു ഇനാക്ഷൻ ഞാൻ കണ്ടേക്കുന്നത് എൻ്റെ മുമ്പിൽ നടന്നിട്ടുള്ള ഒരു കേസ്, അതായത് ഞാൻ വാദം കേട്ട ഒരു കേസിനകത്ത് നമ്മുടെ ഈ നിങ്ങൾക്കൊക്കെ അറിയാം, ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു പ്രതി, ആ പെൺകുട്ടി ആ ട്രെയിനിൽ നിന്ന് അതിനെ തള്ളിയിട്ടിട്ട് ഇവനെ അപ്പുറത്തോടെ എടുത്തിയാടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, അയാൾ ട്രെയിനിൻ്റെ ചങ്ങല വലിക്കാൻ പോയപ്പോൾ എന്താണെന്നറിയോ, ഇച്ചിരി പ്രായമുള്ള ഒരു തന്നെ, ഒരു മധ്യവയസ്സം കഴിഞ്ഞ വെറും വൃത്തികെട്ടാനാണ് അവൻ കാരണമാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടത്. ഇത് ചെയിൻ വലിച്ചു നിർത്താൻ നേരത്ത് അയാൾ കയറി അങ്ങ് തടഞ്ഞ്, നിങ്ങളെന്തിനാ ചെയ്യുന്നത്, ഇത്ര യാത്രക്കാരില്ലേ ഞങ്ങൾ. ആ ട്രെയിൻ ചങ്ങല വലിച്ച് അവിടെ നിർത്തിയിരുന്നെങ്കിൽ യവൻ ഈ കുട്ടിയെ പോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തത്തില്ലായിരുന്നു. പക്ഷേ അത് അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ നല്ല കാര്യം, ഇതിന് ആരെങ്കിലും ഇറങ്ങിയാൽ പോലും തടയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അതുപോലെ വൃത്തികെട്ടവന്മാരുണ്ടെന്നും കൂടെ പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അത് അയാൾ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി അറിഞ്ഞുകൂടാ, കേസിനകത്തും അറിഞ്ഞുകൂടാ ഇയാൾ ആരാണെന്ന്. ഒരു യാത്രക്കാരൻ, അയാൾ എവിടെങ്കിലും ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സുഹൃത്തേ, നീ വളരെ വൃത്തികെട്ടവനായിരുന്നു. അതുകൊണ്ടൊരു പെൺകുട്ടി നിന്റെ ഈ ഇനാക്ഷൻ കൊണ്ട്, നീ ആ ചെറുപ്പക്കാരനെ തടഞ്ഞതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി കൊല്ലപ്പെടാനിടയായി എന്ന് അത് നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാനിത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇപ്പം ഞാനിത് പറയാൻ കാര്യം എന്താ അറിയാം, ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാനായിട്ട് നിൽക്കുക, തൃശ്ശൂരേക്കുള്ള വണ്ടി കയറണം. ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടിയാണ്, അതിലേക്ക് നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവൻ്റെ പേര് സജീഷൻ, തിരുവനന്തപുരത്തുകാരനാണ്. അവൻ്റെ ഓമനെ മുഖം ഒന്ന് ചൊവ്വേ കാണാൻ പറ്റിയില്ല, കാരണം അവൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല, അതാ കാര്യം. ഏതായാലും ഇവനെ ഈ കൊച്ചു ട്രെയിനിലോട്ട് കയറുകയാണ്. ഇവൻ അന്നേരം എന്തെന്നറിയ, ഈ ട്രെയിനിലോട്ട് കയറിയ സമയത്ത് ഇതിനെ കയറി പിടിച്ചു ലൈംഗികമായിട്ട്. അത് ഞാൻ എവിടെ അതിനെ ഉപദ്രവിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അതിനെ ഉപദ്രവിച്ചു. ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, നീ എന്താ പിടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഒച്ചപ്പടം ഉണ്ടാക്കി. നിന്നെ ഞാൻ വിടത്തില്ലടാന്ന് അത് പറഞ്ഞ് അലറി കൂവി. യവൻ ഇതിൻ്റെ കഥ, എന്നിട്ട് അത് മൊബൈലിൽ ഈ പടം എടുക്കുകയാണ്, അവൻ്റെ മുഖം അതൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. യവൻ എന്നിട്ട് ഇതിൻ്റെ കൈയും പിടിച്ചിട്ട് യവൻ ഓടി. ഒരു ബാക്ക് പാക്ക് ഉള്ള ഒരു ഇതുകൊണ്ട്, അതുകൊണ്ടാണ് ഓടുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ബഹളം കേട്ടിട്ട് യാത്രക്കാർ കൊള്ളാവുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. യവനെ ഓടിച്ചിട്ട് പിടിച്ചു കേട്ടോ. പിടിച്ചിപ്പോൾ ഏതായാലും സംഭവം അവൻ കസ്റ്റഡിയിലായിരിക്കും, എന്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടില്ല, ഇതിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഈ ന്യൂസ്. ആ പെൺകുട്ടിയുടെ ഈ ശബ്ദം ഉണ്ടാക്കുന്നതും അതിൻ്റെ വിഷ്വലും, അതായത് കുറച്ച് ഇങ്ങനെ ഓടുന്നതും നമുക്ക് നന്നായിട്ട് കാണാം. ഇതിൻ്റെ മൊബൈലും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് അവൻ ഓടുന്നത്. അപ്പോൾ ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ തയ്യാറായ നാട്ടുകാരുണ്ടല്ലോ, അവർ വളരെ ഒരു ബിഗ് സല്യൂട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം ഇതുപോലുള്ളവന്മാരെ ഉണ്ടല്ലോ സമൂഹത്തിൽ. അവൻ തിരുവനന്തപുരത്തുകാരനാണെന്ന് വെളിവായിട്ടുണ്ട്, സജീഷ് എന്നോ മറ്റോ ആണ് അവൻ്റെ പേര്. ഏതായാലും ശരി, അത് നല്ല ഒരു കാര്യമായിപ്പോയി. ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അതിനെ അഭിനന്ദിച്ചേ മതിയാവൂ. കാരണം അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് ശരിക്ക് പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
ആ പ്രതികരണശേഷി ഇല്ലാതെ പോന്ന നമ്മുടെ പെൺകുട്ടികളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾക്ക് ഇരയായി മാറുന്നത്. പ്രതികരിക്കണം. ഇങ്ങനെ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനോട് പ്രതികരിക്കണം. ഒരു കുഴപ്പമില്ല. സമൂഹത്തിൽ കുറേയെങ്കിലും കൊള്ളാവുന്ന ആളുകളുണ്ട്. ഒരു 10 പേരിൽ ഒരാളെങ്കിലും മുമ്പോട്ട് വരും നിങ്ങളെ സഹായിക്കാൻ. ഒരിക്കലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത്, പ്രതികരിക്കണം. ഏതായാലും ആ പെൺകുട്ടിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ പ്രതികരിച്ചതിന്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് ഒരു സമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലക്കുറവും വരുത്തില്ല. നിങ്ങൾക്ക് വളരെ വിലയേ വരുള്ളൂ സമൂഹത്തിൽ. ഇതുപോലെ ഒരുത്തൻ ചെയ്ത് നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്ന്, അത്രയേ ഉള്ളൂ എന്നാലോചിച്ചാൽ മതി. അപ്പം നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നു, ആ പട്ടി കടിച്ചുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടാവുമോ? ഒന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പട്ടികളാണ് ഇതുപോലെ കടിക്കാൻ വരുന്നത്. അപ്പോൾ ആ പട്ടിയെ അടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റിക്കളയണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം, ബഹളം ഉണ്ടാക്കണം, ആളുകൾ ശ്രദ്ധ വാങ്ങണം, എല്ലാം ചെയ്തോണം. അവനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തോണം. അതാ വേണ്ടത്. ഇങ്ങനെയുള്ളവന്മാരെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റണം. സമൂഹത്തിന് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടാവണം. എന്നാലേ ഈ പ്രതികരണ ശേഷി ഉണ്ടാവും. നമ്മുടെ സഹോദരിമാർ, പെൺമക്കൾ ഇവരെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവരെ വളരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ശ്രദ്ധിക്കണം. അവരുടെ പേരിൽ നമുക്കൊരു വലിയ കരുണ വേണം. അവർ സമൂഹത്തിൽ ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഉണ്ടാവുമ്പോൾ അതിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ ഓരോ ആളുകളും, പുരുഷന്മാരും സ്ത്രീകളും മുമ്പോട്ടിറങ്ങണം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബസ്സിലുള്ള ആ ഇനാക്ഷൻ ഞാൻ കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. ആ സ്ത്രീക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നിട്ട്, ആ സഹോദരിക്ക് വന്നിട്ട് അത് ബഹളമുണ്ടാക്കിയിട്ട് പോലും ഒരുത്തൻ അവിടെ ഇരുന്ന്, അത് മാന്യന്മാർ ബസ്സിരിക്കുന്നവന്മാർ അവന്മാരെല്ലാം നേരെ ഇങ്ങനെ ഇരുന്നു, സ്ത്രീകളുണ്ടായിരുന്നിട്ട് അവർ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. അങ്ങനെ ആകരുത്. ഇന്നലെ ഇതുപോലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്തുണ്ടായതുപോലെ തന്നെ ഈ പ്രതികരണശേഷി ആളുകൾ വെളിയിലേക്ക് എടുക്കണം. ഇതുപോലുള്ളവന്മാരെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം.